ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. Do you think I trust them? I don't trust them. They're going to make a deal. They're going to make a deal. They did something yesterday that was amazing, actually. They gave us a present, and the present arrived today. And it was a very big present worth a tremendous amount of money. And I'm not going to tell you what that present is, but it was a very significant prize. And they gave it to us, and they said they were going to give it, so that meant one thing to me, we're dealing with the right people. അമേരിക്കയ്ക്ക് ഏതെങ്കിലും ചർച്ചയ്ക്ക് സാധ്യത തെളിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ച നടന്നിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽനായ്. ഈ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുവാൻ ഇറാൻ തത്വത്തിൽ സമ്മതിച്ചതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അവകാശപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു 15 സമാധാന കരാറാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിലെ പ്രധാനപ്പെട്ട നിബന്ധന ഇതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾക്ക് അമേരിക്ക 15 കരാറുകൾ മുന്നോട്ട് വെച്ചതായിട്ട് റോയിട്ടേഴ്സ് ഉൾപ്പെടെ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ കടുത്ത നിബന്ധനകളാണ് ഈ പ്രമേയത്തിലുള്ളത്. ഇറാൻ തങ്ങളുടെ ആണവശേഷി പൂർണ്ണമായിട്ടും ഡിസ്മാൻഡിൽ ചെയ്യണം. അതുമാത്രമല്ല, ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകണം. പശ്ചിമേഷ്യയിലെ ഹിസ്ബുള്ള, ഹൂത്തി പോലുള്ള ഗ്രൂപ്പുകൾക്കുള്ള സഹായം അവസാനിപ്പിക്കണം. ഹോർമൂസ് കടലിടുക്കിലുള്ള ഗതാഗതം അത് പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിരിക്കണം. അതേസമയം ഈ അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാൻ നടക്കാനിരിക്കുന്ന നിർണായക സമാധാന ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരിക്കും അമേരിക്കയെ പ്രതിനിധീകരിച്ചെത്തുന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇറാനിലെ ഈ മുൻകാല ചർച്ചകൾ നമുക്കറിയാം, ജാവേദ് കുഷ്ണറും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും ആയിരുന്നു. അവരിൽ വിശ്വാസമില്ലെന്നും അത് മാത്രമല്ല വാൻസ് ചർച്ചയുടെ ഭാഗമാകണമെന്ന് ഒരു ബാക്ക്ഡോർ ഡിസ്കഷനിൽ ഇറാൻ ആവശ്യപ്പെട്ടുവെന്നും ഈ നയതന്ത്ര കോറിഡോറിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ആ രീതിയിലാണ് പോകുന്നത്. മറ്റവർ അവരെ ഈ സ്റ്റീവ് വിറ്റ്കോഫും ജാവേദ് കുഷ്ണറും ഒക്കെ അവരെ വഞ്ചിച്ചു എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതേസമയം ഇറാന്റെ ഈ അവരുടെ ഇനിയിപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ആണവ നിലയമാണ് ഉള്ളത്, ബുഷഹർ. അതിന് നേരെ വീണ്ടും ചൊവ്വാഴ്ച ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തന്നെയാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആണവ നിലയത്തിന്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെയോ ഒന്നും ബാധിച്ചിട്ടില്ല, ആളപായം ഒന്നുമില്ലെന്നും ഇറാൻ പറയുന്നു. പക്ഷെ ഇത് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ആക്രമണമാണ്. മാർച്ച് 17 ഇതിനു മുമ്പ് ഇസ്രായേൽ ഈ ആണവ നിലയത്തെ ആക്രമിച്ചത്. അന്താരാഷ്ട്ര ഏജൻസി അവരുടെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഫേൽ ഗ്രോസി പറയുന്നത് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ്. അത് ഇപ്പോൾ ഈ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു ഗുഡ് ഫെയ്ത്ത് ഡിസ്കഷൻ ആയിരിക്കണം പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ചർച്ചകൾ ഉണ്ടാകേണ്ടതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ മാക്രോൺ ആവശ്യപ്പെട്ടു.